التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുൻ നദാ ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് മബ്നിയ്, അത് 4 അഖ്സാമുകളുണ്ട് എന്നാണ്. അതിൽ കസ്റിൻ്റെ മേൽ മബ്നിയാവുന്നത് പഠിച്ചു. ഇനി രണ്ടാമത്തെ വിഭാഗം വൽ ഖിസ്മു സാനി, രണ്ടാമത്തെ വിഭാഗമാകുന്നത് മാ ഒരു ഇസ്മാകുന്നു. യുബ്ന, ആ ഇസ്മിനെ മബ്നിയാക്കപ്പെടും. അലൽ ഫത്ഹി, ഫത്ഹിൻ്റെ മേലെ മബ്നിയാക്കപ്പെടും. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞത് കസ്റിൻ്റെ മേൽ മബ്നിയാക്കപ്പെടുന്നതാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം മുസന്നിഫ് റഹ്മഹുല്ല പറയാണ് വൽ ഖിസ്മു സാനി, രണ്ടാമത്തെ വിഭാഗമാകുന്നത് മാ ഒരു ഇസ്മാണ്. യുബ്ന, ആ ഇസ്മിനെ മബ്നിയാക്കപ്പെടും. അലൽ ഫത്ഹി, ഫത്ഹിൻ്റെ മേൽ മബ്നിയാക്കപ്പെടും. വദാലിക, അതേതുപോലെ ക അഹദ അശറ പോലെ, വ അഖവാത്തിഹി, ആ അഹദ അശറയുടെ അഖവാത്തുകളെ പോലെയും. ഇനി അതിൻ്റെ ബയാൻ, ആ അഹദ അശറയുടെ അഖവാത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തിനാൽ മിൻ സലാസത അശറ ഇല തിസ്അത അശറ വരെ, 13 മുതൽ 19 വരെ. അപ്പോൾ അതിൽ 12 പുറത്തുപോയി. അതാണ് അഖവാത്തിനെ ബയാൻ ചെയ്തപ്പോൾ മിൻ സലാസത്ത അശറ 13 മുതൽ ഇല തിസ്അത അശറ എന്ന് പറഞ്ഞത്. 12-ൽ ആദ്യത്തെ ജുസ് എന്താണ്? മുഅറബാണ്. അത് മുസന്നയോട് മുൽഹക്കാണല്ലോ. തഖൂലു, അപ്പം നീ പറയും ജാഅനി, എൻ്റെ അടുക്കൽ വന്നു, അഹദ അശറ റജുലൻ, 11 പുരുഷന്മാർ എൻ്റെ അടുക്കൽ വന്നു. അപ്പം അത് ഫായിലിൻ്റെ മഹല്, റഫ്ഇൻ്റെ മഹലാണെങ്കിലും ഫായിലാണെങ്കിലും അത് മബ്നി ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്. 2 ജുസ്ഉം അഹദുൻ പിന്നെ അഷർ എന്നുള്ള ഈ 2 ജുസ്ഇനെ തർക്കീബാക്കിയപ്പോൾ അത് 2 ജുസ്ഉം ഫത്ഹിൻ്റെ മേൽ മബ്നിയായി. വറഅയ്തു അഹദ അശറ റജുലൻ വമറർതു ബി അഹദ അശറ റജുലൻ. അപ്പം 3 മഹല്. ആദ്യം പറഞ്ഞത് ഫാഇല് റഫ്, രണ്ടാമത് പറഞ്ഞത് മഫ്ഊലുൻ ബിഹി നസ്ബ്, മൂന്നാമത് മജ്റൂർ. അപ്പോൾ ഈ 3 അവസ്ഥയിലും അത് ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്. അതാണ് ബി ഫത്ഹിൽ കലിമത്തൈനി, 2 കലിമത്തിൻ്റെ മേലെയും ഫത്ഹാക്കി, അഥവാ മബ്നി ഫത്ഹ കൊണ്ട് ഫത്ഹിൻ്റെ മേൽ മബ്നിയാക്കിക്കൊണ്ട് ഫിൽ അഹ്വാലി സലാസത്തി, 3 അവസ്ഥയിലും. അപ്പോൾ അവിടെ 3 മഫ്ഊലുൻ ബിഹി ആയിട്ട് വന്നപ്പോഴും മജ്റൂറായി വന്നപ്പോഴും ഫായിലായി വന്നപ്പോഴും ഈ 3 അവസ്ഥകളിലും 2 ആ ജുസ്ഇനെയും 2 കലിമത്തിനെയും അഥവാ 2 ജുസ്ഇനെയും ഫത്ഹിൻ്റെ മേൽ മബ്നിയാക്കിക്കൊണ്ടാണ്. വകദാലിക, ഇപ്രകാരം തന്നെയാകുന്നു, അഖവാത്തുഹു, അഥവാ 2 ജുസ്ഉം ഫത്ഹിൻ്റെ മേൽ മബ്നിയാവുക എന്ന് പറഞ്ഞല്ലോ, അപ്രകാരം തന്നെയാണ് അഖവാത്തുഹു, ഈ അഹദ അശറയുടെ അഖവാത്തുകളും. ഏത് വിഷയത്തിൽ? ഫി ലുസൂമിൽ ഫത്ഹി, ഫത്ഹ് ലാസിമാകുന്ന വിഷയത്തിൽ. ലിൽ കലിമത്തൈനി, 2 കലിമത്തിനും ആ 2 ജുസ്ഇനും ഫത്ഹ് ലാസിമാകുന്ന വിഷയത്തിൽ അതിൻ്റെ അഹദ അശറയുടെ അഖവാത്തുകളും പ്രകാരമാകുന്നു. അഥവാ ഫിൽ അഹ്വാലി കുല്ലിഹ, അതിൻ്റെ എല്ലാ അവസ്ഥയിലും. എല്ലാ അവസ്ഥ എന്ന് പറഞ്ഞാൽ നസ്ബ് റഫ് ജർ 3 അവസ്ഥയിലും അത് ഫത്ഹിൻ്റെ മേൽ മബ്നിയായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ഫത്ഹിൻ്റെ മേൽ മബ്നിയാവുന്നത്. ഇനി മൂന്നാമത്തെ വിഭാഗം മുസന്നിഫ് റഹ്മഹുല്ലാ പറയുന്നത് വൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ വിഭാഗമാകുന്നത് മാ ഒരു ഇസ്മാണ്. യുബ്ന, ആ ഇസ്മിനെ മബ്നിയാക്കപ്പെടും. അല ദമ്മി, ദമ്മിൻ്റെ മേൽ, ദമ്മിൻ്റെ മേൽ മബ്നിയാക്കപ്പെടും. വദാലിക, അതേതാ? ക ഖബ്ലു പോലെ, വ ബാദു പോലെ, വ അഖവാത്തിഹിമ, ഈ ബാദു ഖബ്ലു, ഖബ്ലു ബാദുവിൻ്റെ അഖവാത്തുകളെ പോലെയും. ആ അഖവാത്തുകൾ എന്തിനാൽ? മിനൽ ജിഹാത്തി സിത്തി, 6 ജിഹാത്തുകളാൽ, 6 ഭാഗങ്ങൾ. അതേതൊക്കെ? ജിഹാത്തു സിറ്റു, അൽ ജിഹാത്തു സിറ്റു എന്ന് പറഞ്ഞാൽ വഹി, അത് അൽ ഫൗഖു വത്തഹ്തു വൽ യമീനു വശിമാലു വൽ വറാഉ വൽ അമാമു എന്നുള്ളതാണ്. ഫൗഖു മുകളിൽ, തഹ്തു താഴെ. ഫൗഖു മുകൾ, തഹ്തു താഴെ, യമീനു വലത്, ഷിമാലു ഇടത്, പിന്നെ വറാഉ ബേക്ക്, അമാമു മുമ്പ്. ഇങ്ങനെ 6 ഭാഗങ്ങളാണ്. അതിനോട് തന്നെ ചേർക്കപ്പെട്ടതാണ് അവലും ദൂനും, അത് പ്രകാരം തന്നെയാണ്. ഫകുല്ലുഹ സവാ, ഇതെല്ലാം സവാ, സമമാണ്. ഹ എന്ന് പറഞ്ഞ എല്ലാം സമമാണ്. ഫി ലുസൂമി ദമ്മി, ദമ്മിനെ അനിവാര്യമാക്കുന്ന കാരണത്താൽ. ഫി ലുസൂമി ദമ്മി, ദമ്മിനെ ലാസിമാക്കുന്ന വിഷയത്തിൽ. ലിൽ ബിനാഇ, ലീക്കോടെ അന്തൻ്റെ മാന കൊടുക്കുക. ബിനാഇൻ്റെ അടുക്കൽ, ബിനാൻ്റെ സന്ദർഭത്തിൽ, മബ്നിയാക്കുന്ന സന്ദർഭത്തിൽ
ദമ്മ് ലാസിമാകുന്ന വിഷയത്തിൽ ഇത് എല്ലാം സെയിമാകുന്നു. പക്ഷേ ഇവകൾ ഇന്നമാ തുബ്ന ഇവകളെ മബ്നിയാക്കപ്പെടുക അല ദമ്മിൻ്റെ അവിൽ മബ്നിയാക്കപ്പെടാതെ എപ്പോഴാ ഇദാ ഹുസിഫൽ മുദാഫ് ഇലൈഹി കളയപ്പെടുമ്പോഴാണ്. പിന്നെ വനുവിയ മഅനാഹു ആ മുദാഫ് ഇലൈഹിയുടെ മഅനയെ കരുതപ്പെടുമ്പോഴാണ്. അപ്പോൾ ഈ ഒരൊറ്റ സന്ദർഭത്തിലാണ് ഇവകൾക്ക് മബ്നി വരിക. ബാക്കി പറയാൻ പോകുന്ന 3 സന്ദർഭത്തിലും മോറബായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ജിഹാത്ത് സിത്തകൾ അവ്വലുദൂനും ഒക്കെ എപ്പോഴാണ് മബ്നിയാക്കപ്പെടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുദാഫിലേഹി കളയപ്പെടുകയും അതോടുകൂടി അതിൻ്റെ മാനയെ നിയ്യത്ത് ചെയ്യുകയും ചെയ്യണം. ദൂര ലഫ്സിഹി അതിൻ്റെ ലഫ്സിനെ കൂടാതെ. അപ്പോൾ ലഫ്സ് നിയ്യത്തില്ല, പക്ഷെ അതിൻ്റെ മാന മാത്രം നിയ്യത്ത്. ലഫ്സ് നിയ്യത്താണോ മാനയില്ലാതെ ലഫ്സ് നിയ്യത്താണെങ്കിലും അതിന് ഒരു നിയ്യത്തില്ലെങ്കിലും ഇനി മുദാഫിലേഹി പറഞ്ഞാലും ആ സന്ദർഭത്തിലൊക്കെ മോറബായിരിക്കതാണ് ശേഷം വരാൻ പോകുന്നത്. അപ്പോൾ ദമ്മൽ മബ്നിയാവുക എന്നുള്ളത് മനസ്സിലാക്കുക. മുദാഫിലേഹി കളയപ്പെടുകയും അതിൻ്റെ മാന ലഫ്ദ് കൂടാതെ മാനയെ മാത്രം കരുതപ്പെടുകയും ചെയ്യുമ്പോഴാണ്. അതാണ് ദൂന ലഫ്സിഹി അതിൻ്റെ ലഫ്സിനെ കൂടാതെ. ഇതുപോലെ സബഅ ഖിറാഅത്തിലുള്ളതുപോലെ ഏതാ സൂറത്തു റൂമിൽ അല്ലാഹു പറഞ്ഞില്ലേ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദമ്മൽ മബ്നിയ രണ്ടും അവിടെ ലഫ്സ് ഉദ്ദേശമല്ല, മറിച്ച് മാന ഉദ്ദേശമുണ്ട്. അത് ആ റോമക്കാരുമായി ബന്ധപ്പെട്ട ആദ്യത്തിൽ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മീൻ ഖബിലിൽ ഗലബി എന്നർത്ഥം. ഗലബിന് മുമ്പ് ആയത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ്. അപ്പോൾ ആ ഗലബ് എന്ന മാന ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ ഗലബിൻ്റെ മുമ്പും അതിന് ശേഷവും അമ്ര അത് ലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അപ്പോൾ ആയത്തിന് മുമ്പ് പറഞ്ഞ സൂറത്ത് റൂമിൽ. അപ്പോൾ അതാണ് ഉദാഹരണം. അപ്പോൾ ഇവിടെ ഖബുലു ബാദുള്ളത് ദമ്മുൽ മബ്നിയ. എന്തേ കാരണം? അവിടെ മുദാഫിലേഹി കളഞ്ഞു, എന്നിട്ട് മാനയെ മാത്രം നിയ്യത്ത് ചെയ്തു. അതാണ് ഐ മിൻ ഖബ്ലിൽ ഗലബി എന്നാണ് അർത്ഥം. വമിൻ ബാദിഹി അഥവാ വമിൻ ബാദിൽ ഗലബി എന്നർത്ഥം. അപ്പോൾ ഗലബ് എന്ന നിയ്യത്തിന് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ മാനയെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിയ്യത്തുണ്ട്, മാനയെ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടത് ദമ്മുൽ മബ്നിയായി. ഇനി അതിനൊന്ന് പറയാണ് ഫലമ്മ ഹുദിഫൽ മുദാഫ് ഇലൈഹി. ഇവിടെ മുദാഫ് ഇലൈഹി കളയപ്പെട്ടപ്പോൾ വനുവിയ മാനാഹു അതിൻ്റെ മുദാഫ് ഇലൈഹിയുടെ മാനയെ കരുതപ്പെടുകയും ചെയ്തപ്പോൾ ബുനിയ അതെന്ത് ചെയ്തു? മബ്നിയാക്കപ്പെട്ടു ലിദാലിക അക്കാരണത്താൽ. അത് കാരണത്താൽ അവിടെ എന്ത് ചെയ്തു? മബ്നിയാക്കപ്പെട്ടു ഇവിടെ. ഇനി അമ്മ എന്നാൽ ഇതാ സുരിഹൽ മുദാഫ് ഇലൈഹി മുദാഫ് ഇലൈഹിനെ വ്യക്തമാക്കപ്പെടുമ്പോൾ ഏത് ശരിക്കടെ പറഞ്ഞു നഹ്വ ഏതുപോലെ ജിഅ്തുക നിൻ്റെ അടുക്കൽ ഞാൻ വന്നു ഖബ്ല സെയ്ദിന് മുമ്പേ വന്നു എന്ന് പറയുമ്പോൾ അവിടെ മുദാഫ് ഇലൈഹി ശരിക്കും പറഞ്ഞല്ലോ. അല്ലെങ്കിൽ വബഅദഹു എന്നറിയാലേ എങ്ങനെ നഹ്വ ജിഅ്തുക ബഅദ സെയ്ദിൻ ഇങ്ങനെ ഏതായാലും പറ്റും. ഏതായാലും ശരി. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഇവിടെ മുദാഫ് ഇലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മുദാഫ് ഇലൈഹി എന്താ സുരിഹ അവിടെ വ്യക്തമാക്കപ്പെടുകയോ ഔ അല്ലെങ്കിൽ ഹുസിഫ മുദാഫ് ഇലൈഹി കളഞ്ഞു നോക്കുക. മുദാഫ് ഇലൈഹി കളയപ്പെട്ടു, എന്നിട്ട് വനുവിയ സുബൂത്തു ലഫ്സിഹി ആ മുദാഫ് ഇലൈഹിയുടെ ലഫ്സ് സുബൂത്താണ്, സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് നിയ്യത്ത് വെക്കപ്പെടുകയും സുബൂത്തിനെ നിയ്യത്താക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം, മുദാഫ് ഇലൈഹിയെ കളഞ്ഞു. അങ്ങനെ ആ മുദാഫ് ഇലൈഹിയുടെ മാനല്ല, ഇവിടെ മുദാഫ് ഇലൈഹിൻ്റെ ലഫ്സ് തന്നെ സുബൂത്താണെന്ന് നിയ്യത്താക്കപ്പെടുകയും ചെയ്താൽ ഖൗലിഹി ഇതുപോലെ ഒരു ഷായറിൻ്റെ ഖൗല് പോലെ വമിൻ ഖബ്ലു നാദാ കുല്ലു മൗലൻ ഖറാബതൻ ഫമാ അതഫത് മൗലൻ അലൈഹിൽ അവാതിഫു എന്ന് പറഞ്ഞിടത്തില്ലേ വമിൻ ഖബ്ലി ഖബ്ലല്ല വമിൻ ഖബ്ലി വമിൻ ഖബ്ലി നാദാ കുല്ലു മൗലൻ ഖറാബതൻ ഫമാ അതഫത് മൗലൻ അലൈഹിൽ അവാതിഫുന. അപ്പോൾ ഇവിടെ വമിൻ ഖബ്ലി എന്നാ വന്നത്. വമിൻ ഖബ്ലി എന്ന് പറയാൻ കാരണം എന്താ? അവിടെ മുദാഫു ഇലൈഹി ലഫ്ദിന് അവിടെ എന്തുണ്ട്? സുബൂത്താണെന്നൊരു നിയ്യത്തുണ്ട്. വമിൻ ഖബ്ലി ദാലിക ആ ലഫ്ദ് ഉണ്ട് എന്ന നിയ്യത്ത് തന്നെയാണ്. അപ്പോൾ ലഫ്ദ് ഉണ്ട് ശരിക്കും. വമിൻ ഖബ്ലി ദാലിക തൻവീൻ ഒഴിവാക്കിയല്ല പറയുക. വമിൻ ഖബ്ലി മബനി ആയിരുന്നെങ്കിൽ വമിൻ ഖബ്ലു എന്നല്ല പറയേണ്ടത്. മാനയെ മാത്രമാണ് കരുതിയതെങ്കിൽ വമിൻ ഖബ്ലു എന്നതിന് പറയേണ്ടത്. പക്ഷെ ഇവിടെ എന്താ? മുദാഫ് ഇലൈഹി എന്ന ലഫ്ദിനെ തന്നെ അവിടെ നിയ്യത്താക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വമിൻ ഖബ്ലി തൻവീൻ കൊടുക്കാറ് തന്നെ പറഞ്ഞു വമിൻ ഖബ്ലി ദാലിക എന്നല്ല വരേണ്ടി.
അപ്പോൾ മുദാഫിൻ്റെ ലഫ്ദ് ഉണ്ട് എന്ന തഖ്ദീർ നിയ്യത്തോടു കൂടി തന്നെ പറഞ്ഞു. അതാണ് വമിൻ ഖബ്ലി. അപ്പോൾ മുറബ എന്താ നേരത്തെ വമിൻ ഖബ്ലി എന്ന് പറഞ്ഞാൽ വമിൻ ഖബ്ലി ദാലിക്കാണ് മുദാഫിലേക്ക് അവിടെ ലഫ്ദ് തന്നെ നിയ്യത്ത. അതിന് മുമ്പ് നാദാ കുല്ലു മൗലൻ എല്ലാ ഉറ്റ ബന്ധുവും വിളിച്ചു, ഖറാബത്തൻ കുടുംബക്കാരെ. ഫമാ ആതഫത്ത് മൗലൻ അലൈഹി, അപ്പോൾ ഈ മൗലൻ്റെ മേലെ ഒരു അനുകമ്പ കാണിച്ചില്ല. അവാത്തിഫു അനുകമ്പ കാണിക്കുന്നവർ. ഫമാ ആതഫത്ത് അലൈഹി, അലൈഹി എന്നുള്ളതിൻ്റെ മേലെ ബദലാണ് മൗലൻ, അതിലേക്ക് ബദല അലൈഹി അവൻ്റെ മേൽ അതിൻ്റെ മേൽ എന്താ അനുകമ്പ കാണിച്ചില്ല, അതായത് മൗലൻ മൗലയുടെ മേൽ. അല്ല അവാത്തിഫ് അനുകമ്പ കാണിക്കുന്നവർ അനുകമ്പ കാണിച്ചില്ല ഇതിനു മുമ്പ് എന്നാ. അപ്പോൾ ഇവിടെ നമുക്ക് ഷാഹിദ് തെളിവ് വമിൻ ഖബ്ലി ദാലിക എന്ന വമിൻ ഖബ്ലി ദാലിക. അതുകൊണ്ട് അവിടെ മൂറബാണ്. വമിൻ ഖബ്ലു എന്ന് പറഞ്ഞില്ല. വമിൻ ഖബ്ലു എന്നാണെങ്കിൽ മാന നീയത്തായിരുന്നു, ലഫ്ദ് ഇല്ലായിരുന്നുവെങ്കിൽ, ലഫ്ദിന് നീയത്തില്ല, മറിച്ച് മാനയെ മാത്രമായിരുന്നു നീയത്തെങ്കിൽ വമിൻ ഖബ്ലു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ലഫ്ദിന് നീയത്തുണ്ട്, ലഫ്ദിനെ തന്നെ മുദാഫിലേക്ക് ലഫ്ദിനെ തന്നെ നീയത്ത് വെച്ചതുകൊണ്ട് മുഅറബായി വമിൻ ഖബ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ബിഖഫ്ദി ഖബ്ലി, ഖബ്ല് എന്നുള്ളത് ഖബിലിന് എന്ത് ചെയ്തു ജറു ചെയ്തുകൊണ്ട് ബിഖഫ്ദി ഖബിലിന് എന്ത് ചെയ്തു അവിടെ മിൻ ഖബ്ലി ജറു ചെയ്തുകൊണ്ട് പറയും. എങ്ങനെ ലി നിയ്യത്തി ലഫ്ദിൽ മുദാഫിലേഹി എന്ന മുദാഫിലേഹിയുടെ ലഫ്ദിനെ നിയ്യത്താക്കിക്കൊണ്ട് നിയ്യത്ത് ചെയ്ത കാരണത്താലാണത്. അതുകൊണ്ടാണ് അവിടെ ഖബ്ലി എന്ന് മൂറബാക്കി പറയാൻ കാരണം എന്താ? ലി നിയ്യത്തി ലഫ്ദിൽ മുദാഫിലേഹിയുടെ ലഫ്ദിനെ നിയ്യത്ത് ചെയ്ത കാരണത്താൽ അവിടെ എന്ത് ചെയ്തു? ലഫ്ദിനെ നിയ്യത്ത് ചെയ്തു, മാനാനല്ല. അതുകൊണ്ട് അതെന്തായി? മൂറബായി. ഐ മിൻ ഖബ്ലി ദാലിക, അതിന് മുമ്പ് എന്നാ. അപ്പോൾ ദാലിക എന്ന മുദാഫിലേഹിന് ലഫ്ദിനെ തന്നെ അവിടെ ഉദ്ദേശമുണ്ട്. ഇനി അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നമ്മൾ മൂറബാകുന്ന സന്ദർഭം, മബ്നി എന്ന സന്ദർഭം പറഞ്ഞു. മബ്നി എന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ മുദാഫിലേഹിനെ കളയുകയും മാനയെ ലഫ്ദ് കൂടാതെ മാനയെ നിയ്യത്ത് ചെയ്യുക. ബാക്കിയുള്ള മൂറബാകുന്ന സന്ദർഭം രണ്ടെണ്ണം പിന്നെ പറഞ്ഞു. അത് മുദാഫിലേഹി എന്താക്കുക വ്യക്തമാക്കപ്പെടുക, അല്ലെങ്കിൽ മുദാഫിലേഹിനെ കളഞ്ഞിട്ട് ലഫ്ദിനെ നിയ്യത്താക്കപ്പെടുക, അതാ പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ ഹുദിഫ, ഈ മുദാഫിലേഹിയെ കളഞ്ഞു നിൽക്കുക, കളയപ്പെട്ടു. വലം മുദാഫിലേഹിയെ കളയപ്പെട്ടു. വലം യുൻവ ഷൈഉൻ അസ്ലൻ, അസ്ലിയായിട്ട് ഒന്നിനെ അവിടെ കരുതപ്പെട്ടിട്ടില്ല. വലം യുൻവ ഷൈഉൻ, ഒന്നിനെ അസ്ലിയായിട്ട് ഒന്നിനെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു നീയത്തില്ല, ലഫ്ദുല്ല, മാനി, അങ്ങനത്തെ ഒരു നീയത്തുമില്ല. അതാണ് വലം യുൻവ ഷൈഉൻ അസ്ലൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുദാഫിലേഹിനെ ഒരു നിലക്കും അവിടെ ഉദ്ദേശമില്ല, കരുതപ്പെടുന്നില്ല. ഇതുപോലെയൊക്കെ കൗലിഹി, ഒരു ഷായറിന്റെ കൗല് പോലെ ഫസാഗലി അശ്ശറാബു വകുൻതു ഖാബിലൻ അകാദു അഗസ്സു ബിൽമാഇൽ ഫുറാത്തി. ഫസാഗലി എനിക്ക് അനുവദനീയമായി, അശ്ശറാബു പാനീയം, വകുൻതു ഖബ്ലൻ മുമ്പ് ഞാനായിരുന്നു. ഖബ്ലൻ എന്നാണ് അവിടെ പറഞ്ഞത്. അവിടെ മുദാഫിലേക്ക് ഒരു മാനയോ ലഫ്ദൊന്നും തഖ്ദീറില്ല, മുമ്പ് ഞാനായിരുന്നു. അക്കാദു ഞാൻ ആകാറായിട്ടുണ്ട്, അഗസ്സു ചങ്ക് കെട്ടാനായിട്ടുണ്ട്, ബിൽ മാഇൽ ഫുറാത്തി തെളിഞ്ഞ വെള്ളം കൊണ്ട് ചങ്ക് കെട്ടുന്ന ആകാറായിട്ടുണ്ടായിരുന്നു എന്നാണ്. അഥവാ മൂപ്പർക്ക് പ്രതികാരം ചെയ്യാൻ പറ്റാത്തതിന് മുമ്പേ ശരിക്ക് ശുദ്ധമായ വെള്ളം പോലും മറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ പ്രതികാരം ചെയ്തപ്പോൾ പിന്നെ എന്തായി? സുഖമായി, അതൊക്കെ പോയി എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമുക്ക് തെളിവെന്താ? ഫസാഹലി എനിക്ക് അനുവദനീയമായ ഷറാബ് പാനീയം, വകുൻതു ഖബ്ലൻ മുമ്പ് ഞാനായിരുന്നു എന്നാ. അവിടെ എന്തില്ല? മുദാഫിലേഹിയ മാന എന്ന നിലക്കോ ലഫ്ദ് എന്ന നിലക്കോ ഒരു തഖ്ദീർ, ഒരു നിയ്യത്തുമില്ല. അപ്പോൾ ഖബ്ലൻ അവിടെ കണ്ട മുഅറബായത്. അപ്പോൾ ഫഹുവ മുഅറബുൻ, ഇത് മുഅറബാണ്. ഫി ഹാദിഹിൽ ലഫ്, അഥവാ പറഞ്ഞ നമ്മളെ ജിഹാദ് സിത്തകളൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്നതൊക്കെ എന്താവും? ഫഹുവ മുഅറബുൻ, അത് മുഅറബാണ്. ഫി ഹാദിഹിൽ അഹ്വാലി സലാസത്തിൽ മസ്കൂറ, പറയപ്പെട്ട 3 അവസ്ഥകളിലും ഇതെന്താണ്? മുഅറബാകുന്നു എന്നാണ്. അപ്പം അങ്ങനെയാണ് ബാക്കിയുള്ള ഖബൂലല്ലാത്ത ബാക്കിയുള്ള ഇതൊക്കെ വന്നാലും ഇതേ നിയമം. അപ്പം എന്താ നമുക്കൊരു ഖുലാസ മനസ്സിലായി? ഈ ജിഹാദു സിത്തകളും അവ്വലു ദൂനു എന്നുള്ളതും മുദാഫിനെ കളയുകയും മുദാഫിലേഹിയെ കളയുകയും
എന്നിട്ടതിൻ്റെ ലഫ്സ് കൂടാതെ മാനയെ നിയ്യത്താക്കുകയും ചെയ്താൽ ദമ്മുമൻ്റെ മേൽ മബ്നിയായിരിക്കും. അതല്ലാത്ത 3 സന്ദർഭം, അഥവാ മുദാഫിലേഹി വ്യക്തമാക്കപ്പെടുക, അല്ലെങ്കിൽ മുദാഫിലേഹിയെ കളഞ്ഞിട്ട് ലഫ്സിനെ നിയ്യത്ത് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ മുദാഫിലേഹി കളയപ്പെടുക, എന്നിട്ട് ഒരു നിയ്യത്തൊന്നിനില്ല, മാനയും ലഫ്സിനൊന്നും നിയ്യത്താക്കപ്പെടാതിരിക്കുക, നിയ്യത്ത് ചെയ്യുന്നില്ല. അങ്ങനെ ഈ 3 സന്ദർഭത്തിലും മുഅറബായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി 4-ാമത്തെ വിഭാഗം അടുത്ത ക്ലാസ്സിൽ. ബാറക്കല്ലാഹു ഫീ.